ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കറിയാണ്. ചെറുപയറും പച്ചക്കായും വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പായി ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല, അല്ലാതെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് കഴുകിയെടുക്കുന്നത്. ചെറുപയറിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ചൂടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തീ കുറക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത് ചെറുപയർ നമ്മൾ ഏകദേശം വറുത്തെടുത്ത് കഴിഞ്ഞു. ഏകദേശം ഈ ഒരു കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുക്കണ്ട, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു ഇടിയൻ കല്ല് വെച്ച് കുത്തിയെടുത്താലും മതി. അതിനുശേഷം ഇതിൻ്റെ തൊലി ഞാൻ മാക്സിമം കളഞ്ഞിട്ടുണ്ട്. തൊലി കളയാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു മുറത്തിലോ ഇട്ട് ഒന്ന് പാറ്റിയെടുത്താൽ മതി. ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി. പക്ഷെ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ ചെറുപയർ തന്നെ വെച്ച് ഇതുപോലെ പരിപ്പെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത ചെറുപയർ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കായ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് കൂടിയ ഫ്ലെയിമിൽ ഒരു വിസിലും കുറഞ്ഞ ഫ്ലെയിമിൽ 2 വിസിലും അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർത്ത് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കുക്കർ വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ പരിപ്പും കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കായ ഇതുപോലെ വെന്തുടയുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. പരിപ്പ് വേവിച്ചതിന് ശേഷം പിന്നീട് കായ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ പിള്ളേരൊന്നും ഈ കായ കടിക്കുമ്പോൾ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് വെന്തുടഞ്ഞാൽ അതിൻ്റെ കൂടി അങ്ങ് കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പരിപ്പും കായും ആയതുകൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ തിക്കാകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു. അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറി. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിലാണ് ഈ ഒരു കറി ഉള്ളത്. ഇനി ഇതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്. എന്തെങ്കിലും താളിച്ചൊഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് താളിച്ചൊഴിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കടുകോ അല്ലെങ്കിൽ സവാളയോ താളിച്ചൊഴിക്കാവുന്നതാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി അതിനുശേഷം നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെറുപയർ പരിപ്പ് ചേർത്ത കറി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപയർ പരിപ്പ് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.